തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിൽ സ്റ്റാഫ് നഴ്സുമാരെ നിയമിക്കുന്നതിൽ ക്രമക്കേടെന്ന ആരോപണത്തിൽ നടപടി. ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീലേഖയെ സസ്പെൻഡ് ചെയ്തു. ചീഫ് നഴ്സിംഗ് ഓഫീസർ സ്വന്തക്കാരെയും ബന്ധുക്കളെയും തിരികെ കയറ്റിയെന്നായിരുന്നു ആരോപണം. ജനം TV വാർത്തയ്ക്ക് പിന്നാലെയാണ് നടപടി. ജനം ഇംപാക്ട്. ചീഫ് നഴ്സിംഗ് ഓഫീസർ ബന്ധുക്കളെയും അടുപ്പക്കാരെയും നിയമിച്ചുവെന്നും ചട്ടങ്ങൾ അട്ടിമറിച്ചാണ് നിയമനങ്ങൾ നടത്തിയതെന്നും പരാതി ഉയർന്നിരുന്നു. ക്രമക്കേടിനൊപ്പം വ്യാപകമായ അഴിമതി നടന്നുവെന്നും കാണിച്ച് മെഡിക്കൽ കോളേജ് വാർഡ് മുൻ കൗൺസിലർ ശ്രീകുമാർ മുഖ്യമന്ത്രിക്ക് പരാതി നൽകിയിരുന്നു. ജനം TVയും വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് നടപടി ഉണ്ടായിരിക്കുന്നത്. ബന്ധുക്കൾ പങ്കെടുക്കുന്നുണ്ടെങ്കിൽ നിയമന പ്രക്രിയയിൽ നിന്ന് മാറി നിൽക്കണമെന്നാണ് ചട്ടം. എന്നാൽ ചീഫ് നഴ്സിംഗ് ഓഫീസർ ശ്രീരേഖ ചട്ടങ്ങളും മാനദണ്ഡങ്ങളും അട്ടിമറിക്കുകയായിരുന്നു. എഴുത്തുപരീക്ഷയ്ക്കുള്ള ചോദ്യങ്ങൾ തയ്യാറാക്കിയതിലും അഭിമുഖ പരീക്ഷയിലും പങ്കെടുക്കുകയും ചെയ്തിരുന്നു. ചീഫ് നഴ്സിംഗ് ഓഫീസറുടെ സഹോദരിയുടെ മകൾക്കാണ് പട്ടികയിൽ 1ാം റാങ്ക്. 2ാം റാങ്ക് മറ്റൊരു ബന്ധുവിനും. അഭിമുഖ പാനലിലെ അംഗമായി നഴ്സിംഗ് ഓഫീസർ ഉണ്ടായിരുന്നു എന്ന കണ്ടെത്തലിലാണ് ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത്. പട്ടികയിൽ വന്ന ആദ്യ പേരുകാരിലധികവും ചീഫ് നഴ്സിംഗ് ഓഫീസറിന്റെ അടുപ്പക്കാരാണെന്നും ആരോപണമുണ്ട്. 18 നിയമനങ്ങളാണ് പുതിയതായി നടത്തിയത്. ഇതിൽ 15 പേരും സ്വന്തക്കാരും ബന്ധുക്കളുമാണ്. നിലവിലെ നിയമനങ്ങൾ റദ്ദു ചെയ്യണമെന്നും ചീഫ് നഴ്സിംഗ് ഓഫീസറെ തൽസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി നിഷ്പക്ഷമായ അന്വേഷണം വേണമെന്നായിരുന്നു പരാതി. ദിസ്ന സുരേഷ്, ജനം, തിരുവനന്തപുരം.